Good morning, Marcus. A very warm good morning. Good morning, കേൾക്കാവോ? ma'am. Good morning, Faisuna, Jasila, Sharifa, Shanti. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 2. അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 1ഉം 2ഉം ഉണ്ട്. 2 ആണ് എടുക്കാൻ പോകുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് 2, കാരണം ഓരോ ഡിസോർഡർ പരിചയപ്പെടാൻ പോവാണ്. നിങ്ങൾ ഈ ഒരു ഇയറിൽ ഒരുപാട് ഡിസോർഡേഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് 1ലും 2ലുമായിട്ട്. 2ല് ഡിസോർഡർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പല രോഗങ്ങളും നമ്മൾ ആഴത്തിൽ ഓരോ ചാപ്റ്റർ ആയിട്ടാണ് പരിചയപ്പെടുന്നത്. എനിക്ക് ഇഗ്നോയുടെ ഒരു സിലബസിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നുന്നുണ്ട്, കാരണം ഞാൻ പോലും കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ സിലബസിലൂടെ. കാരണം ഞങ്ങൾക്ക് ഒരു ചാപ്റ്ററിലെ ഒരു കുഞ്ഞ് കാര്യങ്ങളായിട്ടാണ്, വെറും ഒരു കുഞ്ഞു കാര്യങ്ങളായിട്ടാണ് സ്കിസോഫ്രീനിയ ഉള്ളതെങ്കിൽ നിങ്ങളതിന് വളരെ ഡെപ്തിലാണ് സ്കിസോഫ്രീനിയൊക്കെ കൊടുത്തിട്ടുള്ളത്. സ്കിസോഫ്രീനിയൊക്കെ ആഴത്തിൽ നിങ്ങളതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം സ്കിസോഫ്രീനിയ നമ്മൾ എടുക്കാൻ പോകുന്നത് ചിത്തഭ്രമം, മതിഭ്രമം, നമ്മളെ നാട്ടില് പറയുന്ന പോലെ നട്ടഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ഇല്ലേ, അതാണ് നമ്മുടെ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഭയങ്കര അവസ്ഥയാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എന്താണ്, ഒരു സൈക്കോസിസ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് വാട്സാപ്പ് മെസ്സേജ് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്നു. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും ആള്. നമ്മളെ റോഡിൽ കൂടെ ഒക്കെ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ പോകുന്ന കാണുന്നുണ്ടാവും. അങ്ങനെ ഒരു രോഗമാണ് സ്കീസോഫ്രീനിയ, അല്ലെങ്കിൽ ചിത്തഭ്രമം, മതിഭ്രമം എന്നൊക്കെ പറയുന്ന രോഗാവസ്ഥ എന്ന് പറഞ്ഞു. നോക്കാം നമുക്ക് ആഴത്തിൽ തന്നെ സിംറ്റംസ് എന്താണെന്നും ടൈപ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഈ മോഡ്യൂള് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നോട്ടാണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ വീട്ടിലേക്ക് അയച്ചു തരും വേണ്ടവർക്ക്. നമ്മൾ ആദ്യത്തെ 3 സബ്ജക്റ്റിന്റെ നോട്ട്സ് കംപ്ലീറ്റ്ലി സെറ്റ് ആണ്. നമ്മൾ ആദ്യം 3 സബ്ജക്റ്റ് ആണ് കേട്ടോ തീർക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സൈക്കോളജിക്കൽ ഡിസോർഡർ 1ഉം കൗൺസിലിംഗ് സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജി, ഈ 3 സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് നമ്മൾ തീർക്കുക. അടുത്ത 3 സബ്ജക്റ്റ് സെക്കൻഡ് സെറ്റ് ആയിട്ടാണ് നമ്മൾ തീർക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് വേഗം തീരുകയും ചെയ്യും, ഇത് നല്ല രീതിക്ക് പഠിക്കുകയും ചെയ്യാം. ജൂണിൽ തന്നെ നിങ്ങളെ കൊണ്ട് എല്ലാ മോഡ്യൂൾസും എക്സാം എഴുതിപ്പിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ ഉള്ളത്, കാരണം അങ്ങനെയാണ് എനിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 2, BPCC 113. ഫസ്റ്റ് യൂണിറ്റ് സ്കിസോഫ്രീനിയ. ഓക്കെ, വാട്ട് ഇസ് സ്കിസോഫ്രീനിയ എന്ന് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് സ്കിസോഫ്രീനിയ? Schizophrenia is a broad spectrum of conditions that affect individuals' cognitive and emotional functioning, including delusions and hallucination, disorganized speech, behavioral and inappropriate emotions. അതായത് സ്കിസോഫ്രീനിയ ഒരു ബ്രോഡ് സ്പെക്ട്രം ആണ്. ഒരു കണ്ടീഷൻ, ഒരുപാട് കണ്ടീഷൻസ് ചേർത്തുള്ള ഒരു ബ്രോഡ് സ്പെക്ട്രം ആണ്. അത് ഒരു മനുഷ്യന്റെ അയാളുടെ കോഗ്നിഷനെ ബാധിക്കുന്നുണ്ട്, ഇമോഷണൽ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഹാലൂസിനേഷനും ഡെലൂഷനും ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ബിഹേവിയറും, ഡിസോർഗനൈസ്ഡ് ബിഹേവിയറും, പരസ്പരബന്ധമില്ലാത്ത സംസാരവും പരസ്പരബന്ധമില്ലാത്ത ബിഹേവിയറും, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷൻ, കല്യാണം വിട്ട് പോയിട്ട് കരയുക, മരണം വിട്ട് പോയിട്ട് പൊട്ടിച്ചിരിച്ച് ഡാൻസ് കളിക്കുക, ഇതാണ് ഇൻഅപ്രോപ്രിയേറ്റ് ഇമോഷൻ. ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് കണ്ടീഷൻ ആണ്. അത് ഇൻഡിവിജ്വലിന്റെ കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഹാലൂസിനേഷനും ഡെലൂഷനും ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ഡിസോർഗനൈസ്ഡ് ബിഹേവിയറും ഇൻഅപ്രോപ്രിയേറ്റ് ഇമോഷനും ഒക്കെയാണ് ഉണ്ടാവുന്നത്. ഹാലൂസിനേഷൻ ഡെലൂഷനും ഒക്കെ നല്ല വിശദമായിട്ട് പറയുന്നുണ്ട്, അപ്പൊ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. സ്കിസോഫ്രീനിയ ഇസ് എ സീരിയസ് കണ്ടീഷൻ ദാറ്റ് എഫക്ട് ഓൾമോസ്റ്റ് ഓൾ ആസ്പെക്ട് ഓഫ് ഡെയിലി ഫങ്ഷൻ. ആ ഒരു മനുഷ്യന്റെ ഒരു നിത്യജീവിതത്തിന്റെ എല്ലാ അവസ്ഥയും ബാധിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിസോഫ്രീനിയ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് കണ്ടീഷൻ ആണ്. അത് ഒരു ബാധിച്ച ഇൻഡിവിജ്വലിന്റെ കോഗ്നിറ്റീവ് ഫങ്ഷനിങ്ങും ഇമോഷണൽ ഫങ്ഷനിങ്ങും ബാധിക്കുന്നുണ്ട്. കൂടാതെ എന്തൊക്കെയാണ്? ഹാലൂസിനേഷൻ ഉണ്ട്, ഡെലൂഷൻ ഉണ്ട്, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ആൻഡ് ബിഹേവിയർ ഉണ്ട്, ഇൻഅപ്രോപ്രിയേറ്റ് ഇമോഷനും ഉണ്ട്. ഒരു സീരിയസ് കണ്ടീഷനാണ്. ഡെയിലി ഫങ്ഷനിങ്ങിനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുന്നും ഉണ്ട്.
മനസ്സിലായോ? ഒരു ഡെഫിനിഷൻ മനസ്സിലായോ? Yes, ma'am. ഇനിയാണ് ഓവർവ്യൂ ഓൺ ദ സിംറ്റം ഓഫ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയയുടെ സിംറ്റത്തിന്റെ ഓവർവ്യൂ ആട്ടോ പറയുന്നത്. അവിടെ ഏർലി സിംറ്റംസ് ആയിട്ട് പണ്ട് പറഞ്ഞിരുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ആണ്. പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസയർ ആയിട്ടുള്ള ഓഡ് ബിഹേവിയർ, അതായത് പോസിറ്റീവ് ആഡ് ആവുകയാണ്. ഹാലൂസിനേഷൻ, ഡെലൂഷൻ പോലെയുള്ള ഓഡ് ബിഹേവിയർ, ഒറ്റപ്പെട്ട ബിഹേവിയറുകൾ വരികയാണ്. അതിനെയാണ് പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സിംറ്റംസ് നമ്മൾ ചിലത് ഇല്ലാതാവുകയാണ്. അതായത് പണ്ടൊക്കെ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാവുക. അതായത് യൂഷ്വലി അത് അത്യാവശ്യം സംസാരിച്ചിരുന്ന ആളാണ്, ആ സംസാരം നിന്നു. പിന്നെ എന്താണ്, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ വരികയാണ്. അല്ലെങ്കിൽ എപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിർവികാരതയാട്ടോ, നിർവികാരത വരികയാണ്. സോഷ്യലിറ്റി, പണ്ടൊക്കെ അത്യാവശ്യം സോഷ്യബിൾ ആയിരുന്നു, ആളുകളുടെ ഇടപഴകുന്നത്, അത് കുറയുന്നത്. അങ്ങനെ കുറയുന്നതിനെയാണ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് വിളിച്ചത്. പിന്നെ ഒരു തേർഡ് ഡയമെൻഷൻ ഉണ്ട്, ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ബിഹേവിയറും. അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, പിന്നെ ബിഹേവിയർ എടുക്കുക. ഈ മൂന്നെണ്ണാണ് ഒരു ഓവർവ്യൂ ആയിട്ട് പറയുന്നത് കേട്ടോ. പറഞ്ഞുതരാം. Early on symptoms of schizophrenia were divided into two categories, positive and negative symptoms. Okay, positive system consists of feeling or behavior that are usually not present. Usually present illada add ആവുകയാണ്. അതാണ് പോസിറ്റീവ്. പണ്ട് ഇല്ലാത്ത എന്തോ പെട്ടെന്ന് അങ്ങോട്ട് അപ്പൊ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഇല്ലാതിരുന്ന ഏതോ ഒരു ബിഹേവിയർ ആഡ് ആവുകയാണ്. പോസിറ്റീവ് എന്ന് പറയുന്നത് an addition or excess in normal repetition of behavior and experience. നോർമലി ഉള്ളതും അഡീഷണൽ ആയിട്ട് എന്തൊക്കെ വരികയാണ്. പോസിറ്റീവ് സിംറ്റംസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസയർ ആണ്, ഭയങ്കര ഓഡായിട്ട്, അനോഡ് ബിഹേവിയർ, കാണാത്ത ഒരു എന്താ പറയുക, നമുക്ക് കണ്ടാത്ത മനസ്സിലാവും ഞങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഹാലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് സിംറ്റം. പോസിറ്റീവ് സിംറ്റംസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഹാലൂസിനേഷനും ഡെലൂഷനും കേട്ടോ. യൂഷ്വലി ഇല്ലാത്ത സിംറ്റംസ് ആഡ് ആയി വരികയാണ്. ഡിസൈറും ആണ്, ഓടും ആണ്, ഒറ്റപ്പെട്ട് ഭയങ്കര വികൃതമായിട്ടുള്ള ബിഹേവിയർ ആണ് കാണിക്കുന്നതെങ്കിൽ അതും ആണ് പോസിറ്റീവ് സിംറ്റംസ്. അതിൽ ഹാലൂസിനേഷനും ഡെലൂഷനും ആണ് എക്സാമ്പിൾ. നെഗറ്റീവ് സിംറ്റംസോ lack of feeling or behavior that are usually present, that's absent deficit of normal behavior. നോർമലി കാണിച്ചത് ലാക്ക് ചെയ്യാണ്, കാണിക്കാതിരിക്കുകയാണ്, ആബ്സെന്റ് ആവുകയാണ്. നോർമലി കാണിക്കാത്തത് പ്രസന്റ് ആയാലും പോസിറ്റീവ് സിംറ്റംസ്, ആബ്സെന്റ് ആവുകയാണെങ്കിൽ അത് നെഗറ്റീവ് സിംറ്റംസ്. നെഗറ്റീവ് സിംറ്റംസിൽ എന്തൊക്കെയാ വരുന്നത്? പോവർട്ടി ഓഫ് സ്പീച്ച് വരുന്നുണ്ട്. എന്താണ്? സംസാരം കുറയുക, ഫ്ലാറ്റ് എഫക്റ്റ്, അതൊക്കെ എന്താ പറയുന്നുണ്ടോ? എവോല്യൂഷൻ എന്ന് പറഞ്ഞാല് ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ബില്ല് അടയ്ക്കുക, അങ്ങനെയൊക്കെ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഉണ്ടാവില്ല, ഒരു ഗോളായിട്ട് വെക്കേണ്ട എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊന്നും ചെയ്യാതിരിക്കുക. എപ്പത്തി, നിർവികാരത, സോഷ്യാലിറ്റി, അതായത് സോഷ്യബിൾ ആവാതിരിക്കുക, ഇതൊക്കെയാണ് പണ്ടുള്ളത് ലാക്ക് ആവുന്ന അവസ്ഥയാണ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഒരു തേർഡ് ഡയമെൻഷൻ ഉണ്ട്, ഡിസോർഗനൈസ് സിംറ്റം കൺസിസ്റ്റ് ഓഫ് ഡിസോർഗനൈസ്, പരസ്പര ബന്ധമില്ലാത്ത സംസാരം, പരസ്പര എഫക്റ്റ്, പരസ്പര ബന്ധമില്ലാത്ത ബിഹേവിയർ. അപ്പം സിംറ്റത്തിനെ മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്: പോസിറ്റീവ്, നെഗറ്റീവ്, ഡിസോർഗനൈസ്ഡ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പണ്ട് ഇല്ലാത്തത് ആഡ് ആവാം, ഡെലൂഷനും ഹാലൂസിനേഷനും ഒക്കെയാണ് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പണ്ടുള്ളതിൽ നിന്ന് കുറഞ്ഞു പോവുക, പണ്ടുള്ളത് കാണിക്കാതിരിക്കുക, എവോല്യൂഷൻ, അഗോലിയ, അനഡോണിയ എന്നൊക്കെ നമുക്ക് കുറെ ഉണ്ട്, പഠിക്കാനുണ്ട് വിശദമായിട്ട്. ഡിസോർഗനൈസ്ഡ് സിംറ്റം എന്ന് പറയുന്നത് പരസ്പര ബന്ധം ഇല്ലാതാകും, ഡിസോർഗനൈസ്ഡ് ആവും. ഓക്കെ, ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിലാവും. അതിൽ ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, എഫക്റ്റ്, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ ആണ് വരുന്നത്. ഓക്കെ ആണോ മക്കളെ? ഒന്ന് പറഞ്ഞു ഓക്കെ ആണോ എന്ന്? ഓവർവ്യൂ ഓൺ ദ സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ, 3 ടൈപ്പ് സിംറ്റംസിന്റെ ഓവർവ്യൂ മനസ്സിലായോ? ഓക്കെ, ഇനിയാണ് ഓരോ സിംറ്റംസും നമ്മൾ എന്താണ് വിശദമായിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് വൺ പോസിറ്റീവ് സിംറ്റംസിൽ ഡെലൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഇറേനിയസ് ആയിട്ടുള്ള ബിലീഫാണ്, തോന്നലാണ്, ഒരിക്കലും ശരിയല്ലാത്ത ഇറാഷണൽ ആയിട്ടുള്ള തോന്നലിനെയാണ് നമ്മള് എന്താണ് ഇപ്പം പിന്നെ ഞാൻ കുതിരട്ടത്ത് ചെയ്യുന്നത്, നമുക്ക് ശരിയൊക്കെ വരും കേട്ടോ. കുതിരട്ടത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പുള്ളിക്കാരന് ഒരു പ്രശ്നമുണ്ട് തോന്നില്ല കേട്ടോ. എന്നെ മോളെ നട്ടാ വിളിക്കാൻ മൂപ്പർക്ക് ആകെ 21-22 പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്കിസോഫ്രീനിയ ആയിരുന്നു കേട്ടോ.
കഞ്ചാവ് വലിച്ചു സ്കിസോഫ്രീനിയ ആയതാണ്. അങ്ങനെയാണ് അയാളുടെ റിപ്പോർട്ടിലുള്ളത്. കൂടുതലൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോ പുള്ളിക്കാരൻ സംസാരിച്ചു വളരെ നോർമലായിട്ട് മോളെ എന്നൊക്കെ വിളിച്ച് പിന്നെ കണ്ടു തുടങ്ങും. കോഴിക്കോട് പിന്നെ കമ്മീഷണർ ഉണ്ടല്ലോ, എന്തെല്ല പറ ഓളെ ഞാനാണ് അന്നേനെ എത്തിച്ചത്. ഇങ്ങനെ ഗ്രാൻഡ്യൂസ് ഡെലൂഷനാണ്, ഞാൻ വലിയ എന്തോ ആളാണെന്നുള്ള കാര്യം. അങ്ങനെ എന്താണ് ഇല്ലാത്തത് ഒരു ബിലീവ് ചെയ്യാം, ആ അവസ്ഥയ്ക്കാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പല ടൈപ്പ് ഡെലൂഷൻസ് ഉണ്ട് കേട്ടോ. Delusions. It refers to an erroneous belief, ഇല്ലാത്തൊരു ബിലീഫ്, ദാറ്റ് ഈസ് ഹെൽഡ് ഫേംലി, ടൈറ്റ് ആയിട്ട് ബിലീഫ് വിശ്വസിക്കും, ഇൻ സ്പൈറ്റ് ഓഫ് കോൺട്രഡറി എവിഡൻസ്. എവിഡൻസ് ഒന്നും കൊടുത്താലും അങ്ങനെ ഒരാളില്ല, അങ്ങനെ കോഴിക്കോട് പിന്നെ കമ്മീഷണർ സ്ത്രീയല്ല ഒന്നും കൊടുത്താലും അവർ അതന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. There are many different types of delusions. Some are common. ചിലത് കോമൺ ആണ്, പെർസിക്യൂട്ടറി ആൻഡ് അതേഴ്സ് ലെസ് കോമൺ. കോൺട്രാക്ട് സിൻഡ്രോംസ് ചിലത് കോമൺ ആണ്, ചിലത് കോമൺ അല്ലാത്ത ഒരുപാട് ഡെലൂഷൻസ് ഉണ്ട്. കുറച്ച് ഡെലൂഷൻസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറയുന്നത്. എന്നെ ആരോ കൊല്ലാൻ പോവാണ്, എന്നെ ആരോ അപകടപ്പെടുത്താൻ പോവാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡെലൂഷനെയാണ് പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറയുന്നത്. പെർസിക്യൂട്ടറി ഡെലൂഷൻ ആർ ഫിക്സഡ് ആൻഡ് ഇറാഷണൽ ബിലീഫ്. റാഷണൽ അല്ല, ഇറാഷണൽ ആയിട്ട് ബിലീഫ് ആണ് ദാറ്റ് സംവൺ ഈസ് ബീങ് ഹാർം ഓർ ഹരാസ്ഡ് ഇൻ സം വേ. എന്നെ എങ്ങനെയൊക്കെയോ ഹാം ചെയ്യുന്നുണ്ട്, ഹരാസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു, എല്ലാവരും ഉപദ്രവിക്കാണ്, എല്ലാവരും എന്തെങ്കിലും ആക്കാണ്, ഇങ്ങനെ തോന്നുന്ന ഒരു ഡെലൂഷനെയാണ് നമ്മൾ പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറയുന്നത്. ഇനി കൺട്രോൾ ഡെലൂഷനാണ്. എന്റെ കൺട്രോൾ എന്റെ കയ്യിലല്ല. എനിക്ക് ഇതും ഈ കൺട്രോൾ ഡെലൂഷൻ ഉള്ള ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അയാള് പറഞ്ഞത് എന്റെ ചിന്തകള് വേറൊരാൾ എടുത്തോണ്ട് പോയതാണ്, എന്റെ ചിന്തകളൊക്കെ നിയന്ത്രിക്കുന്നത് വേറൊരാളാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഡെലൂഷനെയാണ് കൺട്രോൾ ഡെലൂഷൻ. അതായത് ഞാൻ എന്റെ കൺട്രോൾ അല്ല, എന്റെ വേറെ ആരോ ആണ് കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺട്രോൾ ഡെലൂഷൻ എന്ന് പറയുന്നത്. കൺട്രോൾ ഡെലൂഷൻ കൺസിസ്റ്റ് ഓഫ് എൻ ഇറാഷണൽ ബിലീഫ് ദാറ്റ് എ പേഴ്സൺ ഇസ് ബീങ് സംഹൗ കൺട്രോൾഡ് ബൈ എൻ എക്സ്റ്റേണൽ ഏജൻസി. വേറെ ഏതോ എക്സ്റ്റേണൽ ഏജൻസിയാണ് എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതിനെയാണ്. ഒരു മിനിറ്റ് മക്കളെ. ഹലോ, വലൈക്കും ആരാണ്? ആണോ? ഞാൻ തേർഡ് ഇയറിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ശരി. ഓക്കെ, അപ്പം control delusion consists of an irrational belief that person is being somehow controlled by an external energy, other people or government or aliens or God or അങ്ങനെ ആരോ ആണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേസ്ഡ് ഓൺ ദ മാനർ ഓഫ് കൺട്രോൾ എക്സസൈസ്, കൺട്രോൾ ഡെലൂഷൻസ് ഇൻക്ലൂഡ് തോട്ട് ഇൻസേർഷൻ, തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്, തോട്ട് വിത്ഡ്രോവൽ, എക്സ്റ്റേണൽ കൺട്രോൾ. ഒരു തോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് പോകുന്ന പോലെ ഉണ്ടാവും, തോട്ട് വേറെ എന്തൊക്കെ തോട്ട് അവർ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തോന്നുന്നുണ്ടാവും, തോട്ട് വിഡ്രോ, എന്റെ തോട്ടൊക്കെ അവർ എടുത്തുകൊണ്ടുപോയി തോന്നുന്നുണ്ടാവും. എക്സ്റ്റേണൽ കൺട്രോളിലാണ് അവർ ചെയ്യുന്നത്. ഞാനല്ല എന്നെ കൺട്രോൾ ചെയ്യുന്നത്, എന്റെ ചിന്തകളൊക്കെ മറ്റാൾ എടുത്തുകൊണ്ടാവാണ്, എന്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്ന മറ്റാളാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്കാണ് കൺട്രോൾ ഡെലൂഷൻ എന്ന് പറയുന്നത്. അപ്പം ആ വ്യക്തി ഇങ്ങനെ ആ പേഷ്യന്റ് കറക്റ്റ് പറയുന്നത് എന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് ഒക്കെ വേറെ ഷാമിൽ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണെന്നാ പറഞ്ഞത്. ഷാമിൽ എന്റെ എന്നിട്ട് ഇയാളുടെ അഫെയറൊക്കെ ഒഴിവാക്കി. ഈ അഫെയർ ഞാൻ എങ്ങനെ മറ്റുള്ളതായിട്ട് അഫെയർ ഉണ്ടാവാ, കാരണം എന്റെ ചിന്തകളൊക്കെ നിയന്ത്രിക്കുന്നത് ഷാമിലല്ല അഫെയർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷാമിലായിരിക്കില്ല പിന്നെ അവളുടെ അഫെയർ ആവാ, ഞാനല്ലോ അഫെയറിനൊക്കെ അവനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്റെ ചിന്തകൾ എനിക്ക് ഒരു ഇതുമില്ല, എന്റെ ചിന്തകളൊക്കെ നിയന്ത്രിക്കുന്ന അവനാണ്. ഇങ്ങനെയുള്ള തോന്നലിനെയാണ് കൺട്രോൾ ഡെലൂഷൻ എന്ന് പറയുന്നത്. പെർസിക്യൂട്ടറിയും കൺട്രോളും മനസ്സിലായോ? മനസ്സിലായി. ഇനിയാണ് ഗ്രാൻഡ്യോസ് ഡെലൂഷൻ. ഞാനല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. ഞാനില്ല ഇവിടെ ഒരു കാര്യം നടക്കില്ല. റെഫേഴ്സ് ടു എക്സാജറേറ്റഡ് സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ്, പവർ, നോളജ് ഓർ ഐഡന്റിറ്റി. എനിക്ക് ഭയങ്കര നോളജാണ്, പവറാണ്, ഞാൻ പൊളിറ്റീഷ്യൻ ആണെന്നൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറയാം. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ബിലീഫ് ഇൻ എക്സെപ്ഷണൽ റിലേഷൻഷിപ്പ് ടു ഡിഗ്നിറ്റി ഓർ ആൻ ഇമ്പോർട്ടന്റ് പേഴ്സൺ. അതായത് ഒന്നെങ്കിൽ പറയും മമ്മൂട്ടി ഇതിന്റെ സ്വന്തം ആളാണ്, അല്ലെങ്കിൽ പറയും ഞാൻ കാവ്യമാധവനായിട്ട് ബന്ധമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത്. അതാണ് റിലേഷൻഷിപ്പ് ഉണ്ട് ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട്, ഇങ്ങനെയും പറഞ്ഞാളും.
ഓക്കെ, ഇതാണ് ഗ്രാൻഡിയോസ് ഡെലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വലിയൊരു സംഭവമാണ്, എനിക്ക് നോളജ് ഉണ്ടായിട്ട് അങ്ങനെ പറയുന്നത്. ഇനിയാണ് സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബോഡി എഫക്റ്റഡ് ആണ്, എന്റെ കയ്യും കാലൊക്കെ കുഴഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. സൊമാറ്റിക് ഡെലൂഷൻ റെഫേഴ്സ് ടു ഇറാഷണൽ ബിലീഫ് ദാറ്റ് വൺസ് ഫിസിക്കൽ ബോഡി ഈസ് എഫക്റ്റഡ് യൂഷ്വലി ഇൻ എ നെഗറ്റീവ് വേ ഓഫൺ ബൈ ആൻ ഔട്ട്സൈഡ് സോഴ്സ്. ഔട്ട്സൈഡ് സോഴ്സ് കാരണം എന്റെ ബോഡി എഫക്റ്റഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ, ദ പേഴ്സൺ ബിലീവ് ദാറ്റ് ഹെർ ലെഫ്റ്റ് ലെഗ് ഇസ് ട്വിസ്റ്റഡ് ഇൻ സ്പൈറ്റ് ഓഫ് കോൺട്രാക്ടറി മെഡിക്കൽ ആൻഡ് ഫാമിലി അഷുറൻസ്. അതായത് ഫാമിലി മെഡിക്കൽ ഒക്കെ പറഞ്ഞാലും പറയാം എന്റെ കാല് ഇങ്ങനെ തിരിഞ്ഞു വളർന്നിട്ടാണുള്ളത്, ആരോ എന്റെ കാല് വളച്ചൊടിച്ചു വെച്ചിരിക്കുക പറയും. നമ്മളെല്ലാരും പറയും എല്ലാം അങ്ങനെ എല്ലാ കാലം തന്നെ അവർ വിശ്വസിക്കില്ല. ആ ഒരവസ്ഥയാണ് സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തതാണ് ഐഡിയാസ് ഓഫ് റെഫറൻസ്. ദീസ് ഡെലൂഷൻ കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് ബിലീഫ് ദാറ്റ് എവറിഡേ ഇവന്റ്സ് ഹാവ് സ്പെഷ്യൽ റെഫറൻസ് ടു. ഇത് എന്റെ സംഭവമാണ്. ആ പൂച്ച ചാടിയില്ലേ, ആ പൂച്ച എനിക്ക് വേണ്ടി ചാടിയതാണ്, അത് ഇന്നെങ്ങനെ സംഭവം, എന്ത് സംഭവിച്ചാലും അത് അയാളുമായിട്ട് റെഫർ ചെയ്ത് പറയും. ഇതാണ് ഐഡിയ ഓഫ് റെഫറൻസ്. ഇതും ഒരു ഡെലൂഷനാണ്. ഇതുപോലെ ഒരുപാട് ഡെലൂഷൻസ് ഉണ്ട്, കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നെ ആരോ ഉപദ്രവിക്കാൻ പോകുന്നൊക്കെ തോന്നുന്നത് ഇല്ലാന്ന് പറഞ്ഞാൽ അവര് അടിയുറച്ച് വിശ്വസിക്കും. കൺട്രോൾ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകളെയും കാര്യങ്ങളെയൊക്കെ പുറത്തുനിന്ന് ഒരാളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഗ്രാൻഡിയോസ് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരാളാണ്, എനിക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ ഞാൻ വലിയ ഐഡന്റിറ്റി ഉള്ള ആളാണെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ വലിയൊരു മനുഷ്യനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്, അഫയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞോളൂ. പിന്നെ സൊമാറ്റിക് ഡെലൂഷൻ. സൊമാറ്റിക് ഡെലൂഷൻ എന്നാൽ മറ്റു ആരോ എന്റെ ഫിസിക്കൽ ബോഡിയിൽ എന്തോ ചെയ്തിട്ടുണ്ട്, കാലൊക്കെ അങ്ങനെ വളഞ്ഞൊടിഞ്ഞിരിക്കാന്നൊക്കെ പറഞ്ഞോളൂ അവര്. നമ്മള് മെഡിക്കലും ഫാമിലിയും ഒക്കെ അഷുർ ചെയ്താലും അവര് സമ്മതിക്കില്ല. ഐഡിയാസ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവറിഡേ ഇവന്റ്സ് അവർക്ക് അവരുടെ ജീവിതമായിട്ട് റെഫർ ചെയ്തിട്ട് അവര് പറയത്തുള്ളൂ. അതിനാണ് ഐഡിയ ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു 5 ഡെലൂഷൻസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നതിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. സംടൈംസ് വി മേ ഹാവ് പെർസെപ്ഷൻ എക്സ്പീരിയൻസ് ലൈക്ക് ഹിയറിംഗ് സംവൺ കോൾ അവർ നെയിം ഓർ സീയിങ് സംതിങ് മൂവിങ് വെൻ ആക്ച്വലി ഇറ്റ് ഡസ് നോട്ട്. ഇതിനെയാണ് ഹാലൂസിനേഷൻ. അതായത് വിളിക്കാതെ വിളിച്ചിരുന്ന് കേൾക്കാം, പിന്നെ കാണാതെ കാണാം, അല്ല ഇല്ലാത്ത സാധനം കാണാം, ആ ഒരു അവസ്ഥയാണ് ഹാലൂസിനേഷൻ. അപ്പോൾ ഹാലൂസിനേഷന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട്, എഴുതി വെക്കണേ. ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട്, പിന്നെ വിഷ്വൽ ഹാലൂസിനേഷൻ ഉണ്ട്. അതായത് ഇല്ലാത്തത് കാണുന്നതാണ് വിഷ്വല്, ശബ്ദം ഇല്ലാതെ കേൾക്കുന്നതാണ് ഓഡിറ്ററി ഹാലൂസിനേഷന്. പിന്നെ ഓൾഫാക്ടറി ഹാലൂസിനേഷൻ ഉണ്ട്, ഇല്ലാത്ത മണം നമുക്ക് അനുഭവപ്പെടാം. ഓൾഫാക്ടറി ഹാലൂസിനേഷൻ ഉണ്ട്. ടാക്ടൈൽ ഹാലൂസിനേഷൻ ഉണ്ട്, മേലേക്ക് പുഴു അരിച്ച് കയറാന്നൊക്കെ പറയും, ഒരു സാധനവും ഉണ്ടാവില്ല അവർക്ക്, അങ്ങനെ അരിക്കുന്ന പോലെ, അതായത് സ്കിന്നിലൊക്കെ ആ ഒരു ടച്ചിന്റെ ഹാലൂസിനേഷൻ. ഇങ്ങനെ 4 ടൈപ്പ് ഹാലൂസിനേഷൻ ആണ് ഉള്ളത്: ഓഡിറ്ററി, വിഷ്വൽ, ഓൾഫാക്ടറി ആൻഡ് ടാക്ടൈൽ ഹാലൂസിനേഷൻ. ഈ 4 എണ്ണമാണ് സ്കിസോഫ്രീനിയയിൽ മെയിൻ ആയിട്ടും കാണാറ് ഉള്ളത്. ഓക്കെ ആണോ? പറഞ്ഞേ. വെരി ഗുഡ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ പോസിറ്റീവ് സിംറ്റംസ്. അപ്പം നമ്മൾ കറക്റ്റ് നോക്കിയില്ലേ എന്തൊക്കെയാണ് നമ്മുടെ ഏതൊക്കെ വരുന്നുണ്ട്? നമ്മുടെ ഡെലൂഷൻസും വരുന്നുണ്ട്, ഹാലൂസിനേഷനും വരുന്നുണ്ട്. ഇനി നെഗറ്റീവ് സിംറ്റംസ് ആട്ടോ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എവോലിയേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പിന്നെ പണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആ സെൽഫ് കെയർ വർക്കൊന്നും അവർ ചെയ്യാതിരിക്കുന്ന അവസ്ഥ, കുളിക്കുക, പല്ലേക്ക് ഒന്നും അവർ ചെയ്യില്ല, ആ അവസ്ഥയാണ്. അതായത് ഒരു ഗോൾ ഉണ്ടാവില്ല, ബില്ലടയ്ക്കുക അല്ലെങ്കിൽ എണീച്ച് പല്ലേക്ക്, അതൊന്നും അവർ ചെയ്യില്ല. ആ അവസ്ഥയാണ് എവോലിയേഷൻ എന്ന് പറയുന്നത്. എവോലിയേഷൻ റെഫർ ടു എ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആൻഡ് seeming absence of will or interest in the ability to persist in routine activities like self-care, work and or school. കണ്ടോ, സെൽഫ് കെയർ ആയിട്ടുള്ള കാര്യങ്ങളും വർക്കോ അല്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങളൊന്നും അവർ, അതായത് നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർ ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് എവോലിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ വിത്ത് സ്കിസോഫ്രീനിയ may become inattentive to grooming and personal hygiene. സ്കിസോഫ്രീനിയ കണ്ടാൽ മനസ്സിലാവും, പേഴ്സണൽ ഹൈജീനിൽ വൃത്തിയും മെനയും ഒട്ടും ഉണ്ടാവില്ല. മേ ഹാവ് അൺകോംഡ് ഹെയർ, തല ചീകിയിട്ടുണ്ടാവില്ല, ഡേർട്ടി നെയിൽസ് ആയിരിക്കും, അൺബ്രഷ്ഡ് ടീത്ത് ആയിരിക്കും, ഡിഷേബിൾഡ് ക്ലോത്ത്സ്, മുഷിഞ്ഞ് നാറിയ ക്ലോത്ത്സ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെ അവരവരുടെ സെൽഫ് കെയറും വർക്കും സ്കൂളിലെ കാര്യങ്ങളൊന്നും ചെയ്യാതെ റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ ലാക്ക് ആവുന്ന അവസ്ഥയ്ക്കാണ് എവോലിയേഷൻ എന്ന് പറയുന്നത്.
ഇനി രണ്ടാമതാണ് എഗോളിയ എന്ന് പറയുന്നത്. എഗോളിയ എന്ന് പറയുന്നത് സംസാരം കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ സംസാരിച്ച പോവർട്ടി ഓഫ് സ്പീച്ച് ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, പെട്ടെന്ന് അങ്ങോട്ട് കുറയുന്ന അവസ്ഥയാണ്. എലോഗിയാണ് എലോഗിയ എന്ന് പറയുന്നത്. എലോഗിയ മീൻസ് സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സ്പീച്ച് ദാറ്റ് ഇസ് പീപ്പിൾ വിത്ത് സ്കിസോഫ്രീനിയ ഡു നോട്ട് ടോക്ക് മച്ച്. ചില ആൾക്കാർ സംസാരിക്കത്തേ ഇല്ല. They may answer a question in 1 or 2 words and then may stop responding. ഒന്നോ രണ്ടോ വാക്കുകൾ പറയുമ്പോൾ മിണ്ടാതിരിക്കും. ആ അവസ്ഥയാണ് അലോഗിയ എന്ന് പറയുന്നത്. ഇനി അനഡോണിയ എന്ന് പറയുന്നത് എന്താണ്? ടിപ്പിക്കലി പണ്ടൊക്കെ പ്ലഷർ കിട്ടിയ കാര്യങ്ങളൊന്നും ഇപ്പൊ പ്ലഷർ ഇല്ലാതിരിക്കുക. ഫുഡിനോടോ സോഷ്യലൈസ് ചെയ്യാനോ സെക്ഷൽ റിലേഷനിലോ ഒരു ഹോബിയിലോ TV കാണാനൊന്നവർക്ക് ഇപ്പൊ താല്പര്യം ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് അനഡോണിയ എന്ന് പറയുന്നത്. Anhedonia is a presumed loss of interest and experience of reported pleasure in activities that are typically considered pleasurable for everyone, such as food, socialization, sexual relation, hobby, watching TV, etc. പണ്ട് pleasurable ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, പണ്ട് pleasurable ആണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്താവാണ്, അവർക്ക് മടുക്കുകയാണ്. ആ ഒരു അവസ്ഥയ്ക്കാണ് അനഡോണിയ എന്ന് പറയുന്നത്. നോക്കിക്കേ, എവോലിയേഷനും എലോഗിയും അനഡോണിയും മനസ്സിലായ. എവോല്യൂഷൻ എന്ന് പറഞ്ഞാൽ റുട്ടീൻ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കുക, സെൽഫ് കെയറും വർക്കും സ്കൂളിലെയും. എലോഗിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ എമൗണ്ട് ഓഫ് സ്പീച്ച് ആണ്, സംസാരം കുറയാ. അനഡോണിയ എന്ന് പറഞ്ഞാല് ഇൻട്രസ്റ്റ് കുറയാ, അവരെ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് കുറയാം. ഓക്കെ ആണോ? പറഞ്ഞേ മാം എവല്യൂഷൻ ഒന്നും കൂടി പറഞ്ഞുതരോ? എടാ, എവോലിയേഷൻ എന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിൽ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന വർക്ക്സ് ഒന്നും അവർ ചെയ്യാതിരിക്കുക, അത് ആബ്സെന്റ് ആയി വരാം. പല്ലേക്കുക, കുളിക്കുക, വർക്കിന് പോവാ, ബില്ല് പേ ചെയ്യുക, അങ്ങനെ നിത്യജീവിതത്തിൽ ചെയ്യൂല നമ്മള്. അതൊന്നും ചെയ്യാതിരിക്കുക, പൊടി ചെയ്യാതിരിക്കുക, വസ്ത്രം നല്ലത് ധരിക്കാതിരിക്കുക, ഇതിനെയൊക്കെയാണ് നഖം വെട്ടാതിരിക്കുക. ഈ അവസ്ഥയ്ക്കാണ് എവോലിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ ഫൈസുന? ഓക്കെ ആണ് മാം. ഇനിയാണ് അസോഷ്യലിറ്റി എന്ന് പറയുന്നത്. സോഷ്യലിറ്റി കുറയാതെ, സോഷ്യബിൾ ആവാതിരിക്കുക. സം പീപ്പിൾ വിത്ത് സ്കിസോഫ്രീനിയ ഹാവ് സിവിയർ ഇമ്പയർമെന്റ് ഇൻ സോഷ്യൽ റിലേഷൻ. ഫോർ ഇൻസ്റ്റൻസ്, ദേ ഹാവ് ന്യൂ ഫ്രണ്ട്സ്, പോർ സോഷ്യൽ സ്കിൽസ് ആൻഡ് വെരി ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ബീയിങ് വിത്ത് അതർ പീപ്പിൾ. കണ്ടോ, ചിലപ്പോൾ വേറെ ഏതോ ന്യൂ ഫ്രണ്ട്സ് ഉണ്ടാവും, സോഷ്യൽ സ്കില്ലൊക്കെ കുറയും, അവർക്ക് മറ്റുള്ള ആളുകളുടെ കൂടെ ഇരിക്കാനേ ഇഷ്ടമുണ്ടാവില്ല. ഇൻസ്റ്റഡ് ദേ വിഷ് ടു സ്പെൻഡ് മച്ച് ഓഫ് ദിയർ ടൈം അലോൺ. ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും അവർക്ക് താല്പര്യം. ഇതാണ് അസോഷ്യലിറ്റി എന്ന് പറയുന്നത്. ഇനി ഫ്ലാറ്റ് എഫക്റ്റ് ആണ്. അതായത് ഫ്ലാറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷനും എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, സങ്കടവും സന്തോഷവും എക്സ്പ്രസ് ചെയ്യും, ഇങ്ങനെ ഇരിക്കുക അവർ. ആ അവസ്ഥയാണ് ഫ്ലാറ്റ് എഫക്ട്. ഇസ് എ ലാക്ക് ഓഫ് ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ. A person with this symptom may appear to be inexpressive, have a poker face, ആയിരിക്കും, stare lifelessly at others, and the muscles of the face would lay motionless. Muscles ആണെങ്കിൽ വെറുതെ ആൾക്കാരെ മൊത്തം ഇങ്ങനെ നോക്കിയാലും ഒരു ഇമോഷനും ഉണ്ടാവില്ല. Their voice is also flat. Voice ഒരു ഫ്ലാറ്റ്, ടോൺലെസ് ആയിരിക്കും. They may even not look at others while replying to them. അവരോട് റിപ്ലൈ അവർ നമ്മളോട് മുഖത്ത് പോലും നോക്കി എന്തോ ഇങ്ങനെ ഇരിക്കും. ഒരു എക്സ്പ്രഷൻ ഉണ്ടാവാത്ത അവസ്ഥ, സംസാരത്തിൽ പോലും ടോൺ പോലും ഉണ്ടാവില്ല. ആ അവസ്ഥയാണ് ഫ്ലാറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അസോഷ്യലിറ്റി ഫ്ലാറ്റ് എഫക്റ്റ് മനസ്സിലായോ? പറഞ്ഞേ. അപ്പം നെഗറ്റീവ് എഫക്റ്റ് സിംറ്റംസ് 5 എവോലിയേഷൻ, എലോഗിയ, അനഡോണിയ, അസോഷ്യലിറ്റി, ഫ്ലാറ്റ് എഫക്റ്റ്. ഇനി അടുത്തതാണ് ഡിസോർഗനൈസ്ഡ് സിംറ്റംസ് കേട്ടോ. നോക്കാം നമുക്ക്. ഡിസോർഗനൈസ്ഡ് സിംറ്റംസിലെ ഫസ്റ്റ് വൺ ആണ് ഡിസോർഗനൈസ്ഡ് സ്പീച്ച്. അതാണ് പിന്നെ ലിസണർക്ക് ഐഡിയ ഓർഗനൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഞാൻ വന്ന് ദാ കാറുണ്ട്, എടോ പോയി, ചോറ് വേണം, അങ്ങനെ തന്നെ. ഇങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കുന്ന ആൾക്കൊന്നും മനസ്സിലാവില്ല. ആ അവസ്ഥയാണ് ഡിസോർഗനൈസ്. പരസ്പരം എന്തെല്ലാം സംസാരിക്കാം. ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ഇൻക്ലൂഡ് പ്രോബ്ലംസ് ഇൻ ഓർഗനൈസിംഗ് ഐഡിയാസ് ആൻഡ് സ്പീക്കിംഗ് സോ ദാറ്റ് ദ ലിസണർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സംസാരം, സ്പീക്കറിന് മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുക, അതാണ് ഡിസോർഗനൈസ്ഡ് സ്പീച്ച്. ഇനി derailment or loose association. In the case of derailment, the verbalization are not connected, forgotten mid-sentences, jumble up or mixed
The phrasing loose association is also known as word salad. അല്ലെങ്കിൽ കൂടി അവിയല് പരമായിട്ട് വേർഡ് സാലഡ് പോലെ, അതായത് മിഡ് സെന്റൻസ് ഉണ്ടാവില്ല, മുന്നത്തെ ഉണ്ടാവും അടുത്തത് ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ആയിരിക്കും പറയാം. ആ അവസ്ഥയാണ് ഡിറെയിൽമെന്റ് ഓർ ലൂസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ജംബിൾഡ് അപ്പ് ആയിട്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു സംസാരം, വേർഡ് സാലഡ് പോലെ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അതാണ് ഡിറൈൽമെന്റ് ഓർ ലൂസ് അസോസിയേഷൻ. ഇനി നിയോലോഗിസം ഉണ്ട്. നിയോലോഗിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ന്യൂ വേർഡ് ഒക്കെ എന്നൊക്കെ പറയും. പക്ഷെ അവരായിട്ടൊരു ഭാഷയൊക്കെ ഉണ്ടാക്കും, നമുക്ക് ഒന്നും മനസ്സിലാക്കില്ല. നിയോലോഗിസം റെഫേഴ്സ് ടു മേക്കിംഗ് അപ്പ് ന്യൂ വേർഡ്സ് ദാറ്റ് ഡു നോട്ട് മേക്ക് സെൻസ്, കാരണം ഒരു സെൻസ് ഇല്ലാത്ത വേർഡ്സ് ടു ദ ലിസണേഴ്സ് ആൻഡ് ക്യാരി എ മീനിങ് ഓൺലി ഫോർ ദ പേഴ്സൺ വിത്ത് സ്കിസോഫ്രീനിയ ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അയാൾ പറയുന്നത് എന്താണെന്ന് ബാക്കി ആർക്കും മനസ്സിലാവില്ല. അത്തരത്തിലുള്ള ഭാഷ വരെ അവരുണ്ടാക്കും. അതിനാണ് നിയോലോഗിസം എന്ന് പറയുന്നു. ഇപ്പൊ ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ഡെറൈൽമെന്റും നിയോലോഗിസവും മനസ്സിലായോ? യെസ് മാം. ഇനി ക്ലാങ് അസോസിയേഷൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം, പോയി വാ പോയി വാ പോയി വാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ക്ലാങ് അസോസിയേഷൻ ആർ റെപ്പിറ്റേഷൻസ് ഓഫ് സെയിം വേർഡ്സ് ഓവർ ആൻഡ് ഓവർ ആൻഡ് സോ സ്പീക്ക് ഇൻ മാനർ ദാറ്റ് ദ വേർഡ് റൈം പോലെ പറഞ്ഞ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി എലോഗിയ ആണ്. എലോഗിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ലാക്ക് ഓഫ് സ്പീച്ച് കോൾഡ് ബൈ ദ ഡിസ്പ്രഷൻ ഓഫ് തിങ്കിങ് പ്രോസസ്, സ്പീച്ച് കുറയുക. A patient displaying symptoms of schizophrenia will fail to respond, speak very slowly, or the answers will lack spontaneity. Spontaneous ആയിട്ട് ആൻസർ പറയാനൊക്കെ വളരെ പതുക്കെ പറയാം, അല്ലെങ്കിൽ തീരെ പറയാതിരിക്കും, സംസാരം കുറയുന്ന അവസ്ഥയാണ് അലോഗ്യ. ഇനി ടാൻജൻഷ്യൽ സ്പീച്ച് ഉണ്ട്. In tangential speech, the patient with schizophrenia will respond clearly to the topic in question, stop abruptly, and then talk about completely different topic. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്കര പറ്റി പറഞ്ഞ പെട്ടെന്ന് എയറോപ്ലെയിനെ പറ്റി പറയും, ഒരു ബന്ധവുമില്ലാത്ത സാധനത്തിനെ പറ്റി. അതാണ് ടാൻജൻഷ്യൽ സ്പീച്ച് എന്ന് പറയുന്നത്. ആദ്യം ക്ലിയർ ഞാൻ ചോദിച്ച കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, പെട്ടെന്ന് നിർത്തി വേറെ ഏതോ ടോപ്പിക്കിലേക്ക് കയറിപ്പോകും. ഇതാണ് ടാൻജൻഷ്യൽ സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പം ഡിസോർഗനൈസ്ഡ് സിംപ്റ്റംസ്, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഡെറൈൽമെന്റ്, നിയോലോഗിസം, ക്ലാങ് അസോസിയേഷൻ, എലോഗിയ, ടാൻജൻഷ്യൽ സ്പീച്ച്. ഓക്കെ, അപ്പം 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. പോസിറ്റീവ് സിംപ്റ്റംസിൽ ഹാലുസിനേഷനും ഡെലൂഷനും, നെഗറ്റീവ് സിംപ്റ്റംസിൽ എവോല്യൂഷൻ, എലോഗിയ, അനഡോണിയ, അസോഷ്യാലിറ്റി, ഫ്ലാറ്റ് എഫക്ട്. ഡിസോർഗനൈസ്ഡ് സിംപ്റ്റംസിൽ ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഡെറൈൽമെന്റ്, നിയോലോഗിസം, ക്ലാങ് അസോസിയേഷൻ, അഗൈൻ എലോഗിയ ആൻഡ് ടാൻജൻഷ്യൽ സ്പീച്ച്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഡിസോർഗനൈസ്ഡ് എഫക്ട് ആൻഡ് ബിഹേവിയർ. ഓക്കെ, ഡിസോർഗനൈസ്ഡ് എഫക്റ്റും ബിഹേവിയറും, പരസ്പരബന്ധമില്ലാത്ത എഫക്റ്റും ബിഹേവിയറും, അത് നമ്മുടെ ഡിസോർഗനൈസ്ഡിൽ വരുന്ന കേട്ടോ. ഇൻ ഡിസോർഗനൈസ്ഡ് സ്പീച്ച് എ പേഴ്സൺ വിത്ത് സ്കിസോഫ്രീനിയ ലോസ്റ്റ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ബൈ ഓർഗനൈസിങ് തോട്ട് ഓർഗനൈസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഡിസോർഗനൈസ്ഡ് ബിഹേവിയറിൽ, ഡിസോർഗനൈസ്ഡ് സ്പീച്ചിൽ എന്താണ്, തോട്ട് നല്ലതല്ല കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പക്ഷെ ഡിസോർഗനൈസ്ഡ് ബിഹേവിയറിൽ പീപ്പിൾ ലോസ് ദിയർ അബിലിറ്റി ടു ഓർഗനൈസ് ദിയർ ബിഹേവിയർ ടു മേക്ക് ഇറ്റ് കൺഫോം ടു സോഷ്യൽ സ്റ്റാൻഡേർഡ്. സോഷ്യൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ട് ബിഹേവിയർ കൊണ്ടു നടക്കാൻ അവർക്ക് അറിയില്ല. ചിലപ്പോൾ ബ്രഷ് എടുത്തിട്ട് അവർ ചിലപ്പോൾ ബാത്റൂം കഴുകും, പല്ല് തേക്കുന്ന ബ്രഷ് എടുത്തിട്ട്, ചിലപ്പോൾ ബാത്റൂം കഴുകുന്ന ബ്രഷ് എടുത്തിട്ട് അവർ പല്ല് തേക്കുകയും ചെയ്യും. സോഷ്യൽ സ്റ്റാൻഡേർഡ്സിന് അല്ലാതെ രീതിയിലായിരിക്കും അവർ പെരുമാറുക. Disorganized affect similarly means difficulty in organizing emotion to suit the needs of the situation. Situation അനുസരിച്ചിട്ട് ഇമോഷൻ കൊടുക്കാം. ചിലപ്പോൾ അമ്മ മരിച്ചു കിടക്കുമ്പോൾ പൊട്ടിച്ചിരിക്കായിരിക്കും. ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഇമോഷൻ കൊടുക്കാൻ പറ്റാത്തതിനാണ് ഡിസോർഗനൈസ്ഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഡിസോർഗനൈസ്ഡ് എഫക്റ്റ് എന്താണ്? ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ഇമോഷൻ കൊടുക്കാൻ പറ്റാത്ത. ഡിസോർഗനൈസ്ഡ് ബിഹേവിയറിനാണ് സോഷ്യൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ബിഹേവിയർ കൊടുക്കാൻ പറ്റാത്തത്. ഇതാണ് ഡിസോർഗനൈസ്ഡ് ബിഹേവിയറും എഫക്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പോസിറ്റീവ് സിംപ്റ്റംസ്, നെഗറ്റീവ് സിംപ്റ്റംസ്, ഡിസോർഗനൈസ്ഡ് സിംപ്റ്റംസ് നമ്മൾ നോക്കിട്ടോ. ഇനിയാണ് ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയയുടെ ടൈപ്പുകളാട്ടോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പാരനോയിഡ് സ്കിസോഫ്രീനിയ. പാരനോയിഡ് എന്ന് പറഞ്ഞാൽ തന്നെ സംശയരോഗമാണ്. സംശയം ഫ്രണ്ട്സിനെയും ഫാമിലിനെയും റിലേറ്റീവ്സിനെയും, എസ്പെഷ്യലി ഭാര്യനെ ഭയങ്കര സംശയമായിരിക്കും. ഭാര്യനെ കൊന്ന ചരിത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സംശയം മൂത്തിട്ട് കൊല്ലൊക്കെ ചെയ്യും. അതാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഏതോ ഒരു സിനിമയിൽ മോഹൻലാലിന് എങ്ങനെ ഉണ്ടായിരുന്നു മലയാളത്തിൽ, എനിക്കിപ്പോ സിനിമയുടെ പേര് ഓർമ്മയില്ല. പാരനോയിഡ് സ്കിസോഫ്രീനിയ.
The clinical picture is dominated by the presence of delusion ഉണ്ടാവും, hallucination ഉണ്ടാവും. Additionally, disorganized speech, affective, catatonia or disorganized behavior ഉണ്ടാവും. ഇത് ഉണ്ടാവുമെങ്കിലും പ്രൊമിനന്റ് അല്ല. ഐ മീൻ ഡിസോർഗനൈസ്ഡ് സ്പീച്ചും എഫക്റ്റും കാറ്റോണിയും ഒന്നും പ്രൊമിനന്റ് അല്ല. മെയിൻ ആയിട്ട് ഹാലുസിനേഷനും ഡെലൂഷനും ആട്ടോ ഉണ്ടാവുക. കാരണം തന്റെ ഭാര്യ വേറെ ആരോ കൂടെ പോകുന്നുണ്ട്, അവൾ വേറെ ആരോ കൂടെ കിടക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ ആരോ പറയുന്ന പോലെയൊക്കെ തോന്നും. ചിലപ്പോൾ അയാൾ കാണുകയൊക്കെ ചെയ്യും. ആ അവസ്ഥയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. Usually the person is plagued with the persecutory delusion ഉണ്ടാവും. എന്നെ ആരോ ഹാം ചെയ്യുന്നുള്ള persecutory delusion എഴുതി വെക്കണേ. Persecutory delusion that are most common persecutory delusion ആണ്. The person may become suspicious of family. ഫാമിലിയുടെ സസ്പീഷ്യസ്നെസ്, ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒക്കെ സസ്പീഷ്യസ്നെസ് ഉണ്ടാവും. അപ്പം ക്ലിനിക്കൽ പിക്ചറിൽ മെയിൻ ആയിട്ട് എന്താണ് ഡെലൂഷനും ഹാലുസിനേഷനും ഉണ്ടാവും. അഡീഷണലി ചിലപ്പോൾ ഡിസോർഗനൈസ്ഡ് സ്പീച്ചും എഫക്റ്റും കാറ്റോണിക് ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ ഉണ്ടാവുമെങ്കിൽ അത്ര പ്രൊമിനന്റ് ഒന്നുമല്ല. യൂഷ്വലി ഉണ്ടാകുന്ന ഒരേ ഒരു മെയിൻ സിംറ്റം പെർസിക്യൂട്ടറി ഡെലൂഷനും പിന്നെ മോസ്റ്റ് കോമൺ അതാണ്. പിന്നെ സസ്പീഷ്യസ് ആയിരിക്കും ഫാമിലിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ. ഓക്കെ ആണോ പാരനോയിഡ് സ്കിസോഫ്രീനിയ? ഇനി ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ. ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ നമുക്ക് ഈ തെരുവിലൊക്കെ കാണാൻ പറ്റില്ല. ചില ആൾക്കാര് പിന്നെ എന്താ പറയാ, ചിലപ്പം ആണുങ്ങളായിരിക്കും ചാക്കോ സാരിയോ എന്തെങ്കിലും കൊടുത്തിട്ട് കുളിക്കാണോ നടിക്കാണോ എന്തൊക്കെയോ വർത്താനം, ചില ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്കിസോഫ്രീനിയ ആണ് കേട്ടോ. ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ആയിരിക്കും, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ ആയിരിക്കും, ഫ്ലാറ്റ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് എഫക്റ്റ് ആയിരിക്കും. ഹൗവർ ദ ക്രൈറ്റീരിയ ഫോർ കാറ്ററ്റോണിക് ഇസ് നോട്ട്. കാറ്ററ്റോണിക് എന്ന് വെച്ചാൽ അനങ്ങാതിരിക്കുകയാണ്, അനങ്ങില്ല. കാറ്ററ്റോണിയ ഉണ്ടാവില്ല, ബാക്കിയൊക്കെ ഉണ്ടാവും. ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ വാസ് ഇനീഷ്യലി കോൾഡ് ഹെബിഫ്രീനിയ. പണ്ട് അതിനെ വിളിച്ചിരുന്നത് ഹെബിഫ്രീനിയ എന്നാണ് കേട്ടോ. യൂഷ്വലി ഇറ്റ് ഹാസ് എൻ ഏർലി ഇൻസീഡിയസ് ഓൺസെറ്റ്. നേരത്തെ കണ്ടു തുടങ്ങും. ഇറ്റ്സ് ലെസ് കോമൺ ആണ്, അങ്ങനെ കണ്ടുവരുന്ന ഒരു ഇതല്ല കേട്ടോ. കുറച്ച് ആളുകളിൽ ഉണ്ടാവും. ആൻഡ് റെപ്രസെന്റ് മോർ സിവിയർ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് പേഴ്സണാലിറ്റി. സിവിയർ ആണ്, പേഴ്സണാലിറ്റിയിലൊക്കെ ഡിസ്ഇന്റഗ്രേറ്റഡ് ആയിട്ട് കിടക്കും. ബിഹേവിയർ വിൽ ബി ഡിസയർ ആയിരിക്കും, വിത്ത് ഓഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരിക്കും. മട്ടറിങ് ടു വൺസ്, ഒടിഞ്ഞോണ്ടിരിക്കാന്നൊക്കെ പറയില്ലേ, മട്ടറിങ് ടു വൺ സെൽഫ് വിത്ത് സഡൻ ആൻഡ് ഇൻഎക്സ്പ്ലിസിബിൾ ലാഫ്റ്റർ ഓഫ് വീപ്പ്. പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുക, പൊട്ടിക്കരയാ. റോഡ് സൈഡിലൊക്കെ കാണാറുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ. ഹാലുസിനേഷൻ ആൻഡ് ഡെലൂഷൻ ഓഫ് പ്രസന്റ് may not be coherent or disorganized as it's seen in case of paranoid schizophrenia. ഇവിടെ പാരനോയിഡിന്റെ പോലെയല്ല, ഹാലുസിനേഷനും ഡെലൂഷനും ഒക്കെ പ്രസന്റ് ആണെങ്കിലും വലിയ എന്താ പറയാ അറിയാൻ പറ്റില്ല. ബിക്കോസ് എന്താണ്, മിക്കതും ഡിസോർഗനൈസ്ഡ് ആയിട്ടാണ് കിടക്കുക. ഇവിടെ ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയയിൽ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക. എവറിഡേ ആക്ടിവിറ്റി ബിക്കം ഡിഫിക്കൽട്ട് ടു മാനേജ് ആൻഡ് പ്രോഗ്നോസിസ് ഇസ് ജനറലി പോർ. എവറിഡേ ആക്ടിവിറ്റി ഭയങ്കര മോശമായിട്ട് എടുക്കും. പ്രോഗ്നോസിസും പോറാണ്. അതിന് റിക്കവർ ആയിട്ട് വരാന്നുള്ളത് ഭയങ്കര പോറാണ്. ചിലപ്പോൾ കുറെ കയ്യിലും ഫുൾ വളർന്നിട്ട് എന്തൊക്കെയോ കല്ലൊക്കെ എടുത്ത് തിന്നല്, വേസ്റ്റ് ഒക്കെ എടുത്ത് തിന്നൊക്കെ കാണും. ഇത്തരത്തിലുള്ള സ്കിസോഫ്രീനിയ ആണ് ഡിസോർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ. ഇവിടെ ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ പിന്നെ എഫക്റ്റ് ഫ്ലാറ്റോ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റോ ആയിരിക്കും. ആ ഒരു ഇമോഷനൊക്കെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും. പണ്ടതിന് ഹെബിഫ്രീനിയ എന്നാണ്. ഏർലി ഇൻസിഡിയസ് ആണ്, അതായത് ഏർലി കാണിക്കും, വളരെ നേരത്തെ തന്നെ കാണിക്കും. അത്ര അങ്ങനെ കോമൺ ആയിട്ടുള്ള സ്കിസോഫ്രീനിയ അല്ല. ഇവിടെ സിവിയർ ആയിട്ടുള്ള ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് പേഴ്സണാലിറ്റി ആണ് സംഭവിക്കുക. ഓഡായിട്ടുള്ള ഡിസയർ ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ, ഒടിഞ്ഞുകൊണ്ടിരിക്കുക, അതിൽ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുക, പൊട്ടിക്കരയൊക്കെ. ഹാലുസിനേഷൻ ഡെലൂഷൻ പ്രസന്റ് ആണെങ്കിൽ അത്ര കൂട്ട് കോഹിറന്റ് ആയിരിക്കില്ല. കാരണം ഇവിടെ പോലെ അവരെ മാനേജ് ചെയ്യാനും അവരെ ഇടയിലായിട്ട് മാനേജ് ചെയ്യാനും അവരുടെ പ്രോഗ്നോസിസ് വളരെ പോറാണ്. ഓക്കെ ആണോ? രണ്ടാമത്തത് ഓർഗനൈസ്ഡ്. മൂന്നാമത്തത് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. ഇൻ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ പറഞ്ഞാൽ അനങ്ങില്ല മക്കൾ. അവരനങ്ങ, ഞാൻ ആളുടെ അടുത്തോട്ട് കൈ ഇങ്ങനെ കണ്ണിന്റെ അടുത്തുനിന്ന് മുട്ടിട്ട് പോലെ അയാൾ കണ്ണുണക്കി അതിങ്ങനെ തന്നെ അനങ്ങ പാറ പോലെ ആ ഇരുന്ന പൊസിഷനിൽ അവിടെ ഇരിക്കും. അതാണ് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. ഇൻ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ മോട്ടോർ ഡിസ്റ്റർബൻസ്, ഒന്നെങ്കിൽ റിജിഡിറ്റി, അജിറ്റേഷൻ ഓർ ഓഡ് മാനേഴ്സ്, ഏതെങ്കിലും ഓഡ്, ചില തലോട്ടിട്ടൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ കൈങ്ങനെ ആട്ടിയാട്ടിരിക്കും, ചിലപ്പോൾ അനങ്ങില്ല. ഈ മോട്ടോർ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നതാണ് കാറ്ററ്റോണിക്. മോട്ടോർ ഡിസ്റ്റർബൻസ് ആർ
They are likely to display waxy flexibility of maintain limb and body position for a long duration of time and on other occasion engage in excessive activity. ചിലപ്പോൾ ഒരു മണിക്കൂറോളം ആ ഒരു പൊസിഷനിലിരിക്കും, അല്ലെങ്കിൽ എക്സസീവായിട്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതാണ് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. മ്യൂട്ടിസം, വേർഡ് റിപ്പറ്റീഷൻ, ഒന്നുകിൽ മ്യൂട്ടിസം തീരെ സംസാരിക്കില്ലേ, വേർഡ് റിപ്പറ്റീഷൻ, എക്കോലാലിയ, ഞാൻ പറഞ്ഞേ പോവാ 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 അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എക്കോലാലിയ. ആൻഡ് മൂവ്മെന്റ് ഇമിറ്റേഷൻ, അതാണ് എക്കോഫ്രാക്സിയ, മൂവ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുക, അതാണ് എക്കോഫ്രാക്സിയ. മേ ബി ഡിസ്പ്ലേഡ്. The patient may display odd mannerism include grimacing, അതായത് ഓഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന് ആർക്കും അങ്ങനെ കാണിക്കാത്ത കാര്യങ്ങളാണ് ഇവര് കാണിച്ചുകൊണ്ട് ഇരിക്കുക. ഇതാണ് കാറ്ററ്റോണിക്. മോട്ടോർ ഡിസ്റ്റർബൻസ് ആണ് കാറ്ററ്റോണിക്കില് വരാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. ഇനിയാണ് അൺഡിഫറൻഷിയേറ്റഡ് ടൈപ്പ്. Undifferentiated people would not nearly fit to any above 3 of the schizophrenia would be included under this category. ഈ മൂന്നിലും ഫുൾ ആയിട്ട് പെടുത്താൻ പറ്റില്ല, മൂന്നിന്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അൺഡിഫറൻഷിയേറ്റഡ് എന്ന് പറയും. അഞ്ചാമത്താണ് റെസിജ്വൽ ടൈപ്പ്. പീപ്പിൾ ഹു ഹാവ് ഹാഡ് അറ്റ്ലീസ്റ്റ് 1 episode of schizophrenia but may not any longer have major symptoms were dissolved with residual type of schizophrenia. ഒരു എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട്, ഇപ്പൊ ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒറ്റൊരു എപ്പിസോഡ് നല്ല സീരിയസ് ആയിട്ട് കാണിച്ചു, ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല. ഇതിനെയാണ് റെസിജ്വൽ ടൈപ്പ് എന്ന് പറയുന്നത്. They may show residual or leftover symptoms such as unusual ideas that are not fully delusional. അവര് പരസ്പരമൊന്നുമില്ലാത്ത ഡെലൂഷണൽ പോലെ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ ആ മേജർ സിംറ്റംസ് ഒക്കെ കഴിഞ്ഞു. May show social withdrawal, flat effect ആയിരിക്കും, inactivity, odd thoughts ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ മേജർ സിംറ്റംസ് ഇപ്പം ഇല്ല, അത് അന്ന് വന്നു പോയി. ഇപ്പം ആളെ കണ്ടറിയാൻ പറ്റിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ മേജർ ആയിട്ടുള്ളതൊക്കെ പോയി. ഇപ്പം എന്താ ചെറിയ ഫ്ലാറ്റ് എഫക്ട്, ഇനാക്ടിവിറ്റി, ഓഡ് തോട്ട്സ്, സോഷ്യൽ വിഡ്രോവൽ ഒക്കെയാണ് ഉള്ളതെങ്കിൽ അതിനെയാണ് റെസിജ്വൽ ടൈപ്പ്. അതായത് നെഗറ്റീവ് സിംറ്റംസ് ആയിരിക്കും കാണിക്കുക, പോസിറ്റീവ് ഉണ്ടായിരുന്നു അത് മാറി, ഒരു എപ്പിസോഡ് പോസിറ്റീവ് ഉണ്ടായിരുന്നു അത് പോയി, ഇപ്പൊ നെഗറ്റീവ് സിംറ്റംസ് ആണ് കാണിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്കിസോഫ്രീനിയാണ് റെസിജ്വൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്. അപ്പം 5 ടൈപ്പ് സ്കിസോഫ്രീനിയാണ്: പാരനോയിഡ്, ഡിസോർഗനൈസ്ഡ്, കാറ്ററ്റോണിക്, അൺഡിഫറൻഷിയേറ്റഡ്, റെസിജ്വൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് ഇത്രയും മതി കേട്ടോ. അപ്പൊ ബാക്കി നമ്മള് നാളെ എടുക്കും, നാളത്തോടെ ഇത് തീരും. അടുത്ത ദിവസം നമ്മള് പോസിറ്റീവോ ഓർഗനൈസേഷനോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു 10-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും നമ്മള് എന്തായാലും റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നമ്മൾ കാണും, അതുവരെ ബൈ. പിന്നെ റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർ നോട്ട് എഴുതി തുടങ്ങണം, ഞാൻ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. Okay, bye. Thank you, ma'am. Bye.